Hello everyone, this is Mijinsi from Gems Abroad. Today we're going to discuss about the question listening fill the blanks in the listening module. Before we get into the video, if you have not subscribed to our channel, kindly subscribe, and if you need PTE online coaching, you can just contact us. So let's begin the topic. Hello everyone, I'm back with yet another video. This video is about the listening fill in the blanks in the listening module. So before I get into the video, I just want to thank everyone who have subscribed to the channel and giving me the positive feedback and the comments regarding the videos that I upload on YouTube. Keep supporting. I'll be doing more and more videos. So let's start. Listening fill the blanks. എന്തുകൊണ്ടാണ് ലിസണിങ് ഫിൽ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് അത് ഡിസ്കസ് ചെയ്യുന്നത് ചോദിച്ചാൽ അതൊരു ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആൻഡ് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. പക്ഷെ ആ ക്വസ്റ്റ്യനിലാണ് കൂടുതൽ ആൾക്കാർക്കും മിസ്റ്റേക്സ് പറ്റുന്നത്. പക്ഷെ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് വരുന്നത്, അതിനെയൊക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം അതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. സോ ആസ് യു നോ, യു വിൽ ഗെറ്റ് എക്സാമിന് 2 to 3 ലിസണിങ് ഫിൽ ദ ബ്ലാങ്ക്സ് ഇൻ യുവർ എക്സാം. ഒരു ക്വസ്റ്റ്യനിൽ യു വിൽ ബി ഹാവിംഗ് 4 അല്ലെങ്കിൽ 5 ബ്ലാങ്ക്സ് കാണും. നമുക്ക് ലിസണിംഗിൽ വി ഹാവ് ടോട്ടൽ 8 ക്വസ്റ്റ്യൻ ആണ്. Starting with the summarized spoken text, multiple choice, multiple answer. Third is listening, fill the blanks. Next comes highlight, correct summary, select missing words, multiple choice, single answer, highlight, incorrect words, and the last is write from dictation. Summarize spoken text മാത്രമേ ഉള്ളൂ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടൈം. ബാക്കി വരുന്ന 7 ക്വസ്റ്റ്യൻസിലും ടോട്ടൽ ടൈം ആണ്. സോ ലിസ്ണിംഗ് ലൈക് ടൈമിംഗ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ 7 ക്വസ്റ്റ്യൻസും നമ്മൾ നല്ല രീതിയിൽ ടൈം മാനേജ്മെന്റ് നമ്മൾ പഠിക്കണം. ആൻഡ് ലിസണിങ് നമുക്ക് പൊതുവേ നമുക്കൊരു ഓഡിയോ കേൾക്കും. ഓഡിയോ കേട്ടിട്ടാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. ലിസണിങ് ഫിൽ ദ ബ്ലാങ്ക്സും അതേപോലാണ്. നമുക്ക് ഓഡിയോ കേൾക്കും. ഓഡിയോ കേൾക്കുന്ന ട്രാൻസ്ക്രിപ്റ്റ് ആണ് നമുക്ക് താഴെ കാണുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മിസ്സിംഗ് വേർഡ്സ് ആയിരിക്കും. നമുക്ക് ബ്ലാങ്ക് കാണും ഇടയ്ക്ക്. ആ ബ്ലാങ്കിൽ ഏത് വേർഡ് ആണോ വരുന്നത് ആ വേർഡ് കേട്ടിട്ടാണ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യുന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. യു കൻ ഈസിലി സ്കോർ. പക്ഷെ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് കോമൺ മിസ്റ്റേക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ മറന്നു. ക്യാപിറ്റലൈസ് എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഒരു പുതിയ സെന്റൻസ് ആണ്, ഒരു ന്യൂ സെന്റൻസ് ആണ്. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടൊരു ബ്ലാങ്ക് ആണ്. ആ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് കാണുന്ന ബ്ലാങ്കില് നമ്മൾ ആ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യണം. അത് ചിലര് ചെയ്യാതെ നിങ്ങൾ പക്ഷെ കറക്റ്റ് സ്പെല്ലിംഗ് ഒക്കെ ആയിരിക്കും, കറക്റ്റ് വേർഡ് ഒക്കെ ആയിരിക്കും ടൈപ്പ് ചെയ്തേക്കുന്നത്. പക്ഷെ ക്യാപിറ്റലൈസ് ചെയ്തില്ലെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് മാർക്സ് ഫോർ ദാറ്റ്. ആൻഡ് എന്തൊക്കെയാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്? പ്രോപ്പർ നൗൺ, നെയിം ഓഫ് എ പേഴ്സൺ, നെയിം ഓഫ് എ പ്ലേസ്, ഇതൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ദ സെക്കൻഡ് ഇസ് നമ്മൾ ഇപ്പം 4-5 ബ്ലാങ്ക് ഉണ്ട്. ഐ ഷോ യു ഹൗ ദ ലിസണിംഗ് ഫിൽ ദ ബ്ലാങ്ക്സ് will look. So this is how listening fill the blanks will look. You will hear a recording. You have to start the missing words in each blank. ഇങ്ങനെ ആയിരിക്കും നമുക്കൊരു പാരഗ്രാഫ് കാണുന്നത്. ഇത് ട്രാൻസ്ക്രിപ്റ്റ് ആയിട്ട് നമുക്ക് ഓഡിയോ കേൾക്കുന്ന ഇടയ്ക്കത്തെ ബ്ലാങ്ക്സ് ഒക്കെ മിസ്ഡ് ഔട്ട് ആണ്. ഈ വേർഡ്സ് ഏതാണോ അത് കേട്ടിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യണം. ദ സെക്കൻഡ് കോമൺ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്ന കുറച്ച് ലെറ്റേഴ്സ് ആണ്. യെസ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ആ വേർഡില് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. നമ്മൾ പ്രൊഡ്യൂസ് എന്ന് മാത്രമേ. സോ മിസ്സിംഗ് ഓഫ് ദി എസ്. അഗൈൻ ED വേർഡ്സ്, ജനറേറ്റഡ്, നമ്മൾ അത് കേൾക്കത്തില്ല. ജനറേറ്റ് അത് മാത്രം. ED ആ വേർഡ്സും നമുക്ക് കുറെ തെറ്റുന്നുണ്ട്. അഗൈൻ ING, കാരണം ED എന്ന് പറയുമ്പോഴത്തേക്കും അത് അത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്ന വേർഡ് അല്ല. സോ നമുക്കത് ചിലപ്പോൾ കേൾക്കത്തില്ല. നമ്മളത് കേൾക്കാത്തതുകൊണ്ട് നമ്മളത് ED വേർഡ്സ് മിസ് ആവും. അഗൈൻ ING. ഈ മൂന്നാണ് കൂടുതലായിട്ടും ആസ്പിറൻസ് മിസ് ചെയ്യുന്നത്. എസ് മിസ് ചെയ്യും, ED വേർഡ്സ് മിസ് ഔട്ട് ആവും, ING. സോ ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആൻഡ് ദ തേർഡ് ഇസ് മിസ്സിംഗ് ഓഫ് ദ ബ്ലാങ്ക്. ഇപ്പം 4 ബ്ലാങ്ക്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ കാണാം 4 ബ്ലാങ്ക്സ്. ഈ 4 ബ്ലാങ്ക്സിൽ നമുക്ക് 3 ബ്ലാങ്ക് കേട്ടുകയാണ്. ഒരു ബ്ലാങ്ക് നമുക്ക് കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഏത് വേർഡാണ് നമുക്കത് മനസ്സിലായി കാണത്തില്ല. ആൻഡ് അതുകൊണ്ട് നമ്മൾ ആ ബ്ലാങ്ക് എംപ്റ്റി ആയിട്ട് വിട്ടിട്ട് വരും. അങ്ങനെ വിട്ടിട്ട് വരരുത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ അവിടെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ വരാം. ചിലപ്പം ആ പാരഗ്രാഫിൽ തന്നെ റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും വേർഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെങ്കിൽ ആ പാരഗ്രാഫിൽ എന്തെങ്കിലും ഏതൊരു വേർഡ്, ഏതെങ്കിലും ഒരു ആൻസർ നമ്മൾ ചേഞ്ച് വരാവും. ഓരോ ആൻസറും എംപ്റ്റി ആയിട്ട് വിട്ടിട്ട് വരരുത്. ആൻഡ് ദ ഫോർത്ത് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യും. ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ നമുക്ക് ചിലപ്പം ഒരു ബ്ലാങ്ക് കഴിഞ്ഞിട്ട് ഒരു 2-3 വേർഡ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബ്ലാങ്ക് വരുന്നത്. ആ ടൈമില് നമ്മൾ ഫസ്റ്റ് ബ്ലാങ്ക് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓഡിയോ കുറച്ച് ഫാസ്റ്റ് ആണ്.
ഓഡിയോ പൊക്കോണ്ടിരിക്കുക, അടുത്ത ബ്ലാങ്ക് നമ്മൾ ചിലപ്പോൾ കേൾക്കത്തില്ല, കാരണം ഇത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ വാട്ട് യു ക്യാൻ ഡു, യു ക്യാൻ നോട്ട് ഡൗൺ ദ വേർഡ്സ് ഇൻ യുവർ നോട്ട് പാഡ്. അങ്ങനെയും നമ്മൾ എഴുതുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓഡിയോ തീർന്നിട്ട് നമുക്ക് പെട്ടെന്ന് അത് ട്രാൻസ്ഫർ ചെയ്യാനും അറിയണം. ഒത്തിരി സമയം എടുക്കരുത്, ബിക്കോസ് ടൈമിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായിരുന്നു അടുത്ത മിസ്റ്റേക്ക് പറയാൻ പോകുന്നത്. സോ അതുകൊണ്ട് 30 നമ്മളിപ്പം ഓഡിയോ കഴിഞ്ഞാൽ കുറെ സമയം എടുത്ത് ടൈപ്പ് ചെയ്യരുത്. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന വേർഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണത് സ്പെല്ലിങ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ടൈമിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പം ഓഡിയോ കേട്ട് കഴിഞ്ഞിട്ട് മോർ ദാൻ 30 സെക്കൻഡ്സ് കൂടുതൽ എടുക്കരുത് അത് ചെയ്യാൻ വേണ്ടി. കാരണം അങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് പുറകെ വരുന്ന ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ നിങ്ങൾക്ക് ടൈം കിട്ടത്തില്ല. അങ്ങനെ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ചെയ്യാതെ വരുന്നോണ്ട് എന്താണ്, നമുക്ക് ഡിസൈഡ് സ്കോർ കിട്ടത്തില്ല. ബിക്കോസ് ദാറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. ആൻഡ് സോ നമ്മൾ ഈ കാര്യങ്ങളും ശ്രദ്ധിക്കണം, ടൈമിംഗ്. ആൻഡ് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പ്രൂഫ് റീഡ് ചെയ്യാനും മറക്കരുത്. പ്രൂഫ് റീഡ് നമുക്ക് എല്ലാ ആൻസേഴ്സ് കറക്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യും, കാരണം ടൈപ്പിംഗ് മിസ്റ്റേക്ക് വരും. കാരണം ചിലർ സ്ലോ ആയിട്ട് ടൈപ്പ് ചെയ്യുന്നവരാണ്, ചിലർ ഫാസ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യും. പക്ഷെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്സ് വരും, സ്പെല്ലിങ് തെറ്റിപ്പോകും. സോ അതുകൊണ്ട് പ്രൂഫ് റീഡ് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാവും. അല്ലാതെ നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ ധൃതിയിൽ നമ്മൾ ചിലപ്പോൾ എങ്ങനെയാ ഏത് വേർഡാണോ ടൈപ്പ് ചെയ്തത് നമുക്ക് നോക്കാനുള്ള സമയം കാണും. സോ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ പ്രൂഫ് റീഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാവും. ഈ ഒരു മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് ഈസി. നമുക്ക് കുറച്ചും കൂടി ഈസി ആണ് ലിസ്ണിംഗ് ഫിൽ ദ ബ്ലാങ്ക്സ് ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും. ബിക്കോസ് ദിസ് ലിസ്ണിംഗ് ഫിൽ ദ ബ്ലാങ്ക്സ് വിൽ കോൺട്രിബ്യൂട്ട് മാർക്സ് ടുവേർഡ്സ് ലിസണിങ് ആൻഡ് റൈറ്റിംഗ് ആണ്. സോ റൈറ്റിംഗിന് മാർക്ക് കൂട്ടണമെങ്കിൽ ദിസ് ലിസണിംഗ് ഫിൽ ദ ബ്ലാങ്ക്സ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് റൈറ്റിംഗിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും പറ്റും. ബിക്കോസ് ചിലരുടെ പ്രശ്നം വെച്ചാൽ പ്രൊനൗൺസിയേഷൻ മനസ്സിലാകത്തില്ല, ആക്സെന്റ് മനസ്സിലാകത്തില്ല. സോ വാട്ട് യു ഹാവ് ടു ഡു, listen to a lot of videos, listen to BBC, listen to podcast. ഇങ്ങനെയൊക്കെ കേട്ട് പഠിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രൊനൗൺസിയേഷൻ ആ ഒരു ആക്സെന്റുമായിട്ട് മനസ്സിലാക്കാം. കാരണം ഈ വേർഡ്സ് ഒക്കെ സ്ട്രെസ് ചെയ്ത് പറയത്തില്ല, നോർമലി അവർ പറയുന്ന പോലെ തന്നെ പറയും. സോ ഈ വേർഡ്സ് നമുക്ക് കേൾക്കത്തില്ല. സോ അവിടെ നമുക്ക് ആൻസർ തെറ്റിയാൽ യു വിൽ ലൂസ് 1 മാർക്ക് ടുവേർഡ്സ് യുവർ ലിസണിങ് ആൻഡ് ടുവേർഡ്സ് യുവർ റൈറ്റിംഗ് ആണ്. സോ ഒരു കറക്റ്റ് സ്പെൽഡ് വേർഡിന് നമുക്ക് 1 മാർക്കാണ്. ആൻഡ് യു വിൽ ഗെറ്റ് 2 to 3 questions. സോ ഇതൊക്കെയാണ് കോമൺ മിസ്റ്റേക്സ് while doing your listening fill in the blanks. And again, one more thing, നമുക്കിപ്പം 2 വേർഡ് ഒക്കെ ആയിട്ട് കേട്ട് കാണാം. അപ്പൊ നമ്മൾ 2 വേർഡ് ആയിട്ട് സെപ്പറേറ്റ് വേർഡ് എഴുതും. പക്ഷേ അത് ഒറ്റ വേർഡ് ആയിരിക്കും, അതൊരു ഹൈഫണേറ്റഡ് വേർഡ് ആയിരിക്കും. അങ്ങനെയും കുറെ പേർക്ക് മിസ്റ്റേക്സ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വെൽ ബാലൻസ്ഡ്. വെൽ ബാലൻസ്ഡ് ഇസ് എ ഹൈഫണേറ്റഡ് വേർഡ്. നമ്മൾ ചിലർ വെൽ എഴുതും, ഗ്യാപ്പ് വിട്ടിട്ട് ബാലൻസ്ഡ്. പക്ഷെ അത് രണ്ടും സെപ്പറേറ്റ് ഇല്ല, ഇറ്റ് ഇസ് എ ഹൈഫണേറ്റഡ് വേർഡ്. ആ വേർഡ്സും ശ്രദ്ധിച്ച് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിലും യു വിൽ ലൂസ് മാർക്സ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലിസണിംഗ് ഫിൽ ദ ബ്ലാങ്ക്സ് നല്ലതായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് വിൽ ട്രൈ സം ഓഫ് ദ ലിസണിംഗ് ഫിൽ ദ ബ്ലാങ്ക്സ് നൗ. If you want to note down, you can note down. Adidas teamed up with an organization called Parley for the Oceans. Parley goes out and collects plastic waste from the ocean. Adidas uses the plastic waste to make shoes. Shoes made with plastic from the ocean. Good for the environment and good for business. Because if you know that rapidly growing consumer segment known as hipsters, and I know you know hipsters, then you know that a hipster faced with the choice between a no-name shoe and an Adidas made with plastic from the ocean will pick the Adidas every day of the week and twice on Sunday, and then walk around like it's no big deal but look for every opportunity to talk about them. Growing consumer segment. Can look for the spelling. നമ്മൾ സ്പെല്ലിംഗ് തെറ്റിയാൽ you will not get. So teams, growing segment, opportunity. So all the answers are right. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, teamed ആണോ ടീമാണോ. Adidas teamed up. Okay, with an organization ആണ്. And called Parley for the Oceans. And rapidly what? So see ഇത് കണ്ടാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ
ഇവിടെ ഈ ബ്ലാങ്ക് കഴിഞ്ഞിട്ട് ഒരു വേർഡ് കഴിഞ്ഞാണ് അടുത്ത ബ്ലാങ്ക് വരുന്നത്. സോ അവിടെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അപ്പുറത്തെ ബ്ലാങ്ക് ശ്രദ്ധിക്കത്തില്ല. സോ അവിടെ നമുക്ക് മിസ് ഔട്ട് ആയിപ്പോ. അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മൾ മാർക്സ് ലൂസ് ചെയ്യാൻ നമുക്ക് എനിക്ക് ഇങ്ങനെ ഇപ്പൊ ഒരു ബ്ലാങ്ക് കഴിഞ്ഞിട്ടാണ് അടുത്ത ബ്ലാങ്ക് വരുന്നത്. യു കൻ ഈസിലി നോട്ട് ഡൗൺ. നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലതാണ് നോട്ട് ഡൗൺ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിലെ കൂടി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ നമുക്ക് ഈസിയാണ്. സോ we'll do one more question. What was interesting and revealing about younger and middle-aged views on old age was how relative these were to the individual's own age. Those in their teens regarded 40 as old, whereas those in their 40s thought 70 or 80 was old. For many, health was seen as a determining factor in deciding who is old, and many young participants commented on how fit and active their grandparents are, while others thought ill health and dependence were an inevitable part of aging. The majority of participants, however, regarded old age as something negative, and many expressed fear of growing old. Inevitable ആണ് സ്പെല്ലിംഗ് നമ്മൾ ശ്രദ്ധിച്ചോണം. inevitable ചിലര് ENABITAB എന്ന് വെച്ചു. അങ്ങനെ വരുന്നത് inevitable. Really interesting and really നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ the and ഉണ്ട് before and after part of the speech ആണ് വരുന്നത്. So interesting, revealing. Those in the teens regarded 40 as commented. So those answers also right. Again, we'll do one more question. Within the past few minutes, the Election Commission in Kenya has declared that Tuesday's presidential election was won by the incumbent Uhuru Kenyatta. The opposition, which has complained of fraud, has rejected the result. An opposition spokesman described the process as a masquerade. World leaders have expressed concern at the war of words between Washington and Pyongyang over North Korea's nuclear program. After President Trump said the US military was locked and loaded, North Korea accused him of driving the situation to the brink of nuclear war. Russia, China and Germany have all appealed for calm and further diplomatic efforts. നമുക്ക് ഫുൾ ലൈക്ക് ഈ ഓപ്ഷൻ കഴിഞ്ഞിട്ട് ഫുൾ ഇരുന്ന് കേൾക്കണം എന്നില്ല, ബിക്കോസ് ദർ ഇസ് നോ ബ്ലാങ്ക്. സോ ആ ടൈമിൽ നമുക്ക് ലൈക്ക് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ആ ടൈമിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ലൈക്ക് പകുതി വെച്ചിരിക്കുന്ന വേർഡ്സ് ഒക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാം. അഗൈൻ നമ്മളിപ്പോ ഒരു ബ്ലാങ്കിൽ തന്നെ ലൈക്ക് നോക്കിയിരിക്കരുത് പ്രസിഡൻഷ്യൽ ആണോ എന്താണോ പറഞ്ഞേക്ക് നമ്മൾ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ യു വിൽ യൂസ് ദ നെക്സ്റ്റ് ബ്ലാങ്ക് ഓൾസോ. അഗൈൻ ടൈപ്പ് ചെയ്യുമ്പോൾ നേരത്ത് നമുക്ക് യു ക്യാൻ ഹാഫ് ടൈപ്പ് അവിടെ ടൈപ്പ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ദ ബെറ്റർ വേസ് ഡോണ്ട് ടൈപ്പ് ഡയറക്ട്ലി. യു ക്യാൻ റൈറ്റ് ഓഫ് ദ ആൻസർ ഇൻ ദ പെൻ ആൻഡ് പേപ്പർ. നമ്മൾ എഴുതി വെച്ചിട്ട് തന്നെ യു ക്യാൻ ഈസിലി ടൈപ്പ് ഇറ്റ് ഓവർ. അല്ലെങ്കിൽ പകുതി ടൈപ്പ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഓർത്ത് വെക്കണം ആ വേർഡ് ഇതാ. ചിലപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ മറന്നു. അങ്ങനെയും ചിലർക്ക് പറ്റാറുണ്ട്. സോ what you can do, the safer method is you can type the answers, write down the answers in the paper, then you can transfer. Angane you can do this listening, fill the blanks. Spelling is shraddhikkanam. Don't take more than 30 seconds after the audio is done. Proofread before you submit and look for if there's a plural. See, angane plural singular or you can also look for the subject verb agreement. If the subject is singular, the verb has to be plural. If the subject is plural, the verb has to be singular. Subject verb agreement. And again, read. If you have a confusion, read the passage. പാസേജ് മനസ്സിലാക്കുമ്പോഴേക്കും ചിലക്ക് നമുക്ക് ചില വേർഡ്സ് ഒക്കെ നമുക്ക് അവിടെ ഒരു ക്ലൂ എന്തെങ്കിലും കിട്ടും. പാസേജ് തന്നെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും വേർഡ്സ് ആയിരിക്കും. അഗൈൻ ഡോണ്ട് ഈവൻ എംപ്റ്റി ആയിട്ട് പ്ലാൻസ് ഇട്ടിട്ട് വരരുത്. ആൻഡ് ഓൾവേസ് സ്റ്റാർട്ട് ഇപ്പം നമുക്ക് ഇവിടെ ഒരു ദ ഉള്ളതുകൊണ്ട് ഓ ലൈക്ക് സ്മോൾ ലെറ്റർ ആണ്. ലൈക്ക് ഫുൾ സ്റ്റോപ്പ് കഴിച്ചിട്ട് ഒരു ബ്ലാങ്ക് ആണെങ്കിൽ ഓ മസ്റ്റ് ബി ദ ക്യാപിറ്റൽ ലെറ്റർ. ലുക്ക് അതും നമ്മൾ നോക്കണം. ആൻഡ് രണ്ട് വേർഡ് ഹൈഫനേറ്റഡ് വേർഡ് ആണോ, രണ്ട് ഡിഫറെന്റ് വേർഡ് ആണോ, ഇത് ഒരു വേർഡ് ആണോ ടൈപ്പ് ചെയ്യുമ്പം. ഫോർ എക്സാമ്പിൾ എവ്രിബഡി ചില സെന്റൻസസിനകത്ത് ഒന്നിച്ചു വരും, ചില സ്ഥലത്ത് രണ്ടായിട്ട് വരും. സോ അങ്ങനെയും നമുക്ക് വേരിയബിൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. ആ വേർഡ്സും നമ്മൾ ശ്രദ്ധിച്ചു വേണം ടൈപ്പ് ചെയ്യാൻ. ഡിപ്പെൻഡിങ് upon the passage, depending upon the sentence,
you need to type the words there. So proofread, it's because ഇത് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ആ ഒരു ഇടയ്ക്കത്തെ ബ്ലാങ്ക്സ് മാത്രം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുവാണെങ്കിൽ you can easily score the marks here. Pronunciation important ആണ്, ആക്സെന്റ് ഇത് രണ്ടും മനസ്സിലാക്കണം. ആൻഡ് നമ്മുടെ കണ്ണ് എപ്പോഴും ആ ലൈനിൽ തന്നെ വേണം. നമ്മൾ ഒരു ബ്ലാങ്കിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്ന അടുത്ത ബ്ലാങ്കിൽ നമ്മൾ മറന്നു. സോ യു ഹാവ് ടു മൂവ് the eye according to the words, അല്ലെങ്കിൽ you have to move the cursor a word by word at a cursor move ചെയ്ത് പോവാണെങ്കിൽ you can easily write down and don't miss empty ആയിട്ട് വിട്ടിട്ട് വരരുത്. So these are the things that you need to keep in mind for doing your listening fill in the blanks. Again, I hope like നിങ്ങൾക്ക് ആ questions ഈ question മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. And if you have any doubts with regard to listening fill the blanks, you may raise your question, and hope this video was very useful. I'll be coming with another video. Till then, stay tuned. Bye.